ലക്ഷദ്വീപിലേക്ക് കൂടുതൽ എൻക്വയറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ശരിക്കും ലക്ഷദ്വീപ് എന്ന് പറയാൻ ഒരു ടൂർ ഓപ്പറേറ്റർ എന്ന നിലയിൽ? ലക്ഷദ്വീപ് മനോഹരാണ്. ലക്ഷദ്വീപിലെ ജനങ്ങളെ നമ്മൾ പോയി നോക്കുമ്പോൾ അവരൊരു 950 ഉള്ള ഒരു കൂട്ടം ജനങ്ങളാണെന്ന് തോന്നിപ്പോവും. അവിടെ വികസനങ്ങൾ ഇനി ഒരുപാട് വരേണ്ടതുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. വെറും തേങ്ങയും മീനുമായിട്ട് അവിടെ ഉള്ളൂ. ബാക്കിയൊക്കെ ഓരോന്നോരോന്നായിട്ട് അവർക്ക് കിട്ടിയിട്ട് വേണം. പച്ചക്കറി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം. നല്ല മനുഷ്യരാണ്. അവർക്ക് ഒരു ഹൃദയംഗമായ ഒരു സ്വഭാവമുണ്ട്. അത് നമ്മൾ ആധുനിക കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു സ്വഭാവ രീതി അവരിൽ നമുക്ക് എപ്പോഴും കാണാം. കുടിലുകളിൽ താമസിക്കുന്നവരുണ്ട്. എവിടെ നോക്കിയാലും തേങ്ങ പൊതിക്കണവും അതുപോലെ തന്നെ എന്തെങ്കിലും ജോലിയൊക്കെ തന്നെ അവർക്കുള്ളൂ. പക്ഷെ നമ്മൾ കണ്ട ഒരു അനുഭവത്തില് അവിടുത്തെ മനുഷ്യർ വളരെ നല്ല സ്വഭാവക്കാരാണ്. ഒരാൾക്ക് ലക്ഷദ്വീപിൽ പോകണം എന്നുണ്ട്, ഇപ്പൊ എനിക്ക് ലക്ഷദ്വീപ് പോകണം എന്നുണ്ട്, ഞാൻ എന്തൊക്കെ സാഹചര്യങ്ങളൊക്കെ ഇവിടെയാണ്? ഇന്ത്യയിൽ എവിടെ പോകുന്നതിനും ഒരു തടസ്സം ആർക്കും അവിടെ ഇല്ല. പക്ഷെ ലക്ഷദ്വീപിൽ വരുമ്പോൾ അവിടെ ഒരു നിയമമുണ്ട്. അതായത് അവിടെ പോലീസ് ക്ലിയറൻസ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു പെർമിഷൻ അനുവദിച്ചതിന് ശേഷം ഇവിടുന്ന് പോലീസ് ക്ലിയറൻസ് എടുത്ത് അവിടെ പെർമിഷൻ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻ അനുവദിക്കണം. ആ പെർമിഷൻ അനുവദിച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെ പോവാ എന്നുള്ള അവര് അധികം ആൾക്കാർ അങ്ങനെ കുടുംബക്കാരോ കൂട്ടുകാരൊക്കെ പോവാറുണ്ട്. ബന്ധുക്കള് അതൊക്കെ ഒരു സ്പോൺസർഷിപ്പിന്റെ കീഴിലാണ്. ഒരു സ്പോൺസർ വേണം. ഒരു സ്പോൺസർ വേണം. അത് അവിടുത്തെ ഒരു നിയമമാണ്. നേരെ മറിച്ച് നമ്മൾക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ വരുമ്പോൾ അതിന്റെ ആവശ്യമില്ല. അവിടെ ഒന്നും വേണ്ട. പ്രശ്നങ്ങളേ ഇല്ല. പക്ഷെ ലക്ഷദ്വീപ് ജനങ്ങളെ ഏറ്റവും കാണാൻ ഇഷ്ടപ്പെടാം. ലക്ഷം എന്ന അതിന്റെ അർത്ഥത്തും പോലെ അത്തിരി ദ്വീപുകൾ അവിടെ ഉണ്ട്, കോറൽസ്. അപ്പൊ അത് പിന്നെ അവിടെ തന്നെ നല്ല മനോഹരമായ ആൻഡമാനെ പോലെ തന്നെയാണ് തെളിഞ്ഞ വെള്ളവും വർണ്ണ മത്സ്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് അവിടുത്തെ ആ പ്രകൃതി ഭംഗി തന്നെയാണ് അവിടെ കാണാനുള്ളത്. നേരത്തെ ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ₹1 കോയിൻ ഇട്ട് ₹1 എത്ര ആഴത്തിലുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ അടിയിലുള്ള പിന്നെ ഗ്ലാസ് ബോട്ടുകളിലൂടെ നമുക്ക് സമുദ്രത്തിന് അടിയിലുള്ള മത്സ്യങ്ങളെ ഒക്കെ കാണാൻ പറ്റും. ഗ്ലാസ് ബോട്ട് സഞ്ചാരം ഉണ്ട് അവിടെ, എല്ലായിടത്തും ഉണ്ട്. എന്തൊക്കെയാണ് ലക്ഷദ്വീപിന്റെ മാത്രമായിട്ട് പ്രത്യേകത? അതായത് എനിക്കിപ്പം ലക്ഷദ്വീപ് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ കാണണം അവിടെ? ലക്ഷദ്വീപ് നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ലഗൂൺ. എങ്ങനെയാണ് ദ്വീപ് ഉണ്ടായത്? ദ്വീപിന്റെ ഏറ്റവും മുകളറ്റാണല്ലോ നമ്മളിപ്പോ കാണുന്നത്. അപ്പൊ കുറച്ച് നടന്നു പോവാം നമുക്ക് കടലിലേക്ക്. അത് ആഴം ഏറി വരും. അതിനെയാണ് നമ്മൾ ലഗൂൺ എന്ന് ഉദ്ദേശിക്കുന്നത്. പവിഴപ്പുറ്റുകളും മറ്റും അടിഞ്ഞുകൂടി ഉണ്ടായി പൊങ്ങി വന്ന നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപം കൊണ്ട ഒരു ഭൂപ്രദേശമാണല്ലോ. ഇപ്പൊ ദ്വീപ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, ലാൻഡ് സറൗണ്ട് വിത്ത് വാട്ടർ, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂമി. അതിലപ്പുറം എന്താ? അത് തന്നെയാണ്. പിന്നെ അവിടെ നന്നായി വളരുന്നത് തെങ്ങാണ്. പിന്നെ അവിടെ ഈ മത്സ്യം, നമ്മളെ ഈ തിരുവനന്തപുരക്കാരൊക്കെ പറയുന്ന ഈ ചൂര മത്സ്യം ധാരാളം അവിടെ കിട്ടുന്നുണ്ട്. ട്യൂണ ഫിഷ്, ട്യൂണ ഫാക്ടറി ഒക്കെ ഉണ്ട് മിനിക്കോയ് ദ്വീപില്. അവിടെ പിന്നെ അതിന്റെ സംസ്കരണ ഫാക്ടറി ഒക്കെ ഉണ്ട്. നല്ല അനുഭവമാണ്. മേജർ ഐലൻഡുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ പൂർത്തീകരണം ഉണ്ടാവുക. പിന്നെ കൊച്ചു ഐലൻഡുകൾ, ബംഗാര പോലത്തെ മനോഹരമായ ചെറിയ ഐലൻഡുകൾ ഉണ്ടാവും. മേജർ ഐലൻഡ് എന്ന് പറയുമ്പോൾ കവരത്തി അവരുടെ തലസ്ഥാന ദ്വീപാണ്. കൽപ്പേനി അവര് ഭൂപടത്തിൽ ഇന്ത്യന്റെ ടൂറിസ്റ്റ് കേന്ദ്രമായി അംഗീകാരം കിട്ടിയ ഒന്നാണ്. മിനിക്കോയ് ഏറ്റവും അവിടുത്തെ ഒരു പ്രത്യേക സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു നാട്. കുറെ ജനങ്ങള് നൗക നിർമ്മാണം ഇങ്ങനെയുള്ള പലതുമാണ് അവിടുത്തെ ഒരു ഒക്കെയാണ് മിനിക്കോയിനകത്തുള്ളത്. പ്രധാനപ്പെട്ട ഈ 3 ദ്വീപുകളാണ് ഇത്. പിന്നെ എയർപോർട്ട് ഉള്ളത് അഗത്തി എന്നൊരു ദ്വീപാണ്. ഒരു ദ്വീപിൽ മാത്രമേ എയർപോർട്ട് ഉള്ളൂ. എല്ലാ ദ്വീപിലും ഹെലികോപ്റ്റർ സന്നദ്ധമായി നിൽക്കുന്നുണ്ട്.
എന്തെങ്കിലും അസുഖം വന്നാൽ കൊച്ചിയിലേക്ക് എത്തിക്കാം. എയർ ആംബുലൻസ് അതില് അപ്പൊ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്. അതായത് യാത്രക്കാർക്ക് പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ ബേപ്പൂരിൽ തന്നെ ഇഷ്ടംപോലെ ലക്ഷദ്വീപ് ആൾക്കാരുണ്ട്. ലക്ഷദ്വീപിൽ വന്ന് നിൽക്കുന്നവരും അവർക്ക് യാത്ര ചെയ്യാനൊരു സൗകര്യം ഇല്ല. 2 വർഷമായിട്ട് ബോട്ട് സർവീസോ ബസ് സർവീസോ ഒന്നും ഇല്ല. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളൊരു കുറവല്ലേ ലക്ഷദ്വീപിൽ? അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ അതൊരു ഐലൻഡ് ആയതുകൊണ്ടാ, എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അവിടെ ഒന്നും രൂപപ്പെടുത്തിണ്ടാക്കാനോ മാനുഫാക്ചറിങ് ചെയ്യാനോ ഉള്ള സൗകര്യങ്ങളും കുറവാണ്. ടൂറിസ്റ്റുകൾ തന്നെ അവിടുത്തെ ഒരു അഭയം. ഒരു പ്രധാന വരുമാനം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വരുമാനം തന്നെയാണ്. അതിന് സജ്ജമായ സൗകര്യമുണ്ട്. സൗകര്യം പിന്നെ മാക്സിമം ഗവൺമെന്റ് അതിന് സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ലക്ഷദ്വീപാണ് എല്ലാവർക്കും പ്രിയം. അതുകൊണ്ട് ആ സൗകര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് പിന്നെ കൂടുതൽ കപ്പലുകൾ സൗകര്യപ്പെടുത്തി കൊടുക്കണം. അതാണ് അവിടുത്തുകാരുടെ ഒരു വരുമാനമാണിത്. കൂടുതൽ കപ്പൽ വേണമെന്നാണ് ഒരു പ്രധാന ആവശ്യം. പിന്നെ ഫ്ലൈറ്റ് ചാർജ് വെള്ളം താങ്ങാനാവാത്തതല്ലേ. അതൊരു 80 സീറ്റുള്ള ഒരു ഫ്ലൈറ്റ് കൊണ്ട് എന്ത് ചെയ്യാനൊക്കും? 60 സീറ്റുള്ള ഒരു ഫ്ലൈറ്റേ ഉള്ളൂ. അപ്പൊ അതിനെക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. അപ്പൊ ഒരു പുതിയ എയർപോർട്ട് കൂടി വരുന്നുണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമാണ് അങ്ങനെ വരുന്നത്. കവരത്തി ആയിരിക്കാനാണ് സാധ്യത. അതെ, കവരത്തിയിലോ മറ്റൊരു എയർപോർട്ട് വരുന്നുണ്ട്. അവർക്കൊരു അഭിമാനമായ ഒരു കപ്പലുണ്ട്, കവരത്തിയ പേരുള്ള കവരത്തിന് പേരുള്ള ഷിപ്പുണ്ട്. അതുപോലെ അഭിമാന ഷിപ്പാണ്. അവരെപ്പോഴും പറയും കവരത്തി വന്നോ, കവരത്തി എന്ന് വരും. അപ്പൊ ഞമ്മ ഒരു ദ്വീപിന്റെ ഒരു മേജർ ഐലൻഡിന്റെ പേരും കവരത്തി തന്നെയാണ്. അവർ തലസ്ഥാന നഗരിയാണ്. ഗവൺമെന്റ് നല്ല വിലപിടിപ്പുള്ള ഒരു മനോഹരമായ ഒരു കപ്പലായിരുന്നു. അപ്പോ ഇപ്പൊ കൊച്ചിയിൽ മാത്രമാണ് സർവീസ് ഉള്ളത് അല്ലേ? അതും കൃത്യമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് കൊച്ചിയിൽ നിന്ന് സർവീസ് ഉണ്ട്, പക്ഷെ കപ്പലിന്റെ ലഭ്യത കൂടുതലാക്കണം. ഉള്ളു. ജനം തന്നെ ശ്രീലങ്കയ്ക്കും മറ്റൊക്കെ പോയി കഴിഞ്ഞാല് ഇവിടെ വേണ്ടത്ര ഇല്ലല്ലോ. ജനങ്ങൾക്ക് ഇത് ഒരു പിന്നെ എന്ത് യൂണിയൻ ടെറിട്ടറി അല്ലേ. അപ്പൊ അവിടേക്ക് ഇന്ത്യക്കാരനൊക്കെ അവിടെ പോകണല്ലോ. അന്യ രാജ്യമൊന്നും അല്ലല്ലോ. മാലദ്വീപിലാണെങ്കിലും ഒക്കെ അതല്ലല്ലോ, നമ്മുടെ രാജ്യമാണല്ലോ. പല കാര്യത്തിനും പോകണമല്ലോ. ടൂറിസ്റ്റ് കേന്ദ്രമായി മാറണം തന്നെയാണ് എന്റെ ആഗ്രഹം. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറണം തന്നെയാണ് എന്റെ ആഗ്രഹം. ഒക്കെ പോലെ അതിനേക്കാളേറെ മനോഹരാക്കി എടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പാക്കേജുകളാണ് അവിടത്തേക്ക് പോകുന്നത്? അവിടെ ഇപ്പൊ പിന്നെ ഒരു പാക്കേജ് ആയിട്ട് മലയാളിക്ക് ഇവിടെ പാക്കേജ് വിളിക്കാൻ പാടില്ല അവിടെ. കാരണം അവരാണ് ആ പാക്കേജ് വിളിക്കേണ്ടത്, ദ്വീപുകാര്. സ്പോൺസർ സ്പോൺസർ എന്ന് അവിടെ ഒരാൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടത്തുകാരനൊരാള് സർട്ടിഫിക്കറ്റ് വേണം, അവിടുത്തെ ഒരാള് ഏൽക്കണം. നമ്മുടെ ഉത്തരവാദിത്തം ഏൽക്കണം. അയാൾ എന്ത് അവിടെ നിന്ന് എന്താ എടുക്കുക, അയാൾ എന്താ മരിച്ചുപോയി, അങ്ങനെ അയാൾക്ക് എന്താ അപകടപ്പെട്, എല്ലാറ്റിനും ഇയാളൊരു ഉത്തരവാദിയാണെങ്കിൽ അവിടെ. അതിപ്പോ എല്ലായിടത്തും സ്പോൺസർമാരുണ്ട്. ഗൾഫിലൊക്കെ കഫീല് എന്ന പദം അതിനുവേണ്ടി ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എനിക്ക് അവിടെ സ്പോൺസർമാർ ആരും ഇല്ല, എനിക്കൊന്ന് പോകാൻ പറ്റും? സ്പോൺസർമാരില്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പെർമിഷനിൽ തന്നെ സ്പോൺസർ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കയറാനൊക്കെ. എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമായിട്ട് ലക്ഷദ്വീപിൽ ആവശ്യപ്പെടുന്നത് ഒരു ടൂർ ഓപ്പറേറ്റർ? അടിസ്ഥാന സൗകര്യം ഞാനിപ്പോ 45 പേരെ പെൻഷൻ ഗ്രൂപ്പ് തന്നെ വളരെ പ്രായം ചെന്ന ആൾക്കാർ ആഗ്രഹിച്ചതുകൊണ്ട് അവരെ ഒരു ട്രാവൽസ് മുഖാന്തരം എന്റെ ഒരു ട്രാവൽസിൽ നിന്ന് എനിക്ക് ട്രാവൽസിലൂടെ ട്രാവൽസിൽ എത്തി അവരെ ഞാൻ ഒരു സ്പോൺസർക്ക് വിളിച്ച് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുക ചെയ്തു. അല്ലാതെ നമ്മൾക്ക് പാക്കേജ് വിളിക്കാനൊന്നും ഇതില്ല. അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഞാൻ കൊണ്ടുപോക്കോളാം, ഇവരാഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടത് പിന്നെ ഹോസ്പിറ്റൽ തന്നെ, നല്ലൊരു ഹോസ്പിറ്റൽ വേണം. അതുപോലെ തന്നെ നല്ല ഹോട്ടലുകൾ വേണം. ഹോട്ടൽസ് ഒക്കെ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നല്ല നല്ല പിന്നെ വിദേശികൾക്കൊക്കെ വന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് പോരാ. അതല്ലല്ലോ, അതെല്ലാവർക്കും പിടിക്കാൻ മത്സ്യം കൊണ്ടൊക്കെ അല്ലേ, ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പൊ അവിടെ നല്ല ഹോട്ടലുകൾ വേണം. ആദ്യമായിട്ട് വേണ്ട ഹോസ്പിറ്റലാണ്, പിന്നെ ഹോട്ടൽ വേണം. സർവീസ് ഒരു പ്ലേറ്റ് പോരാ, പ്ലേറ്റ് തന്നെ എല്ലാ ദ്വീപിലും ഓരോരു
എയർപോർട്ട് വേണം. അല്ല ഈ ഇപ്പൊ നിലവില് ഇപ്പൊ അതിർത്തിയിലാണ് എയർപോർട്ട്. അകത്തിലാണ്. മിനിക്കോയിലേക്ക് നല്ല ദൂരമുണ്ട്. ആ, എത്തിപ്പെടാൻ 12 മണിക്കൂറിലേറെ ദൂരം യാത്ര ചെയ്യണം. അതായത് അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് മണിക്കൂറുണ്ട്. ഒരു കപ്പൽ എപ്പോഴാണോ വരുന്നത് കാത്തിരുന്നിട്ട് കപ്പലിനെ പോകാനൊക്കെ. പിന്നെ ഈ സൗകര്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. അവിടെ ഈ സ്പീഡ് ബോട്ട് അല്ല എന്നല്ല, പിന്നെ വെസൽ എന്ന് ഉപയോഗിക്കുന്ന ചെറിയ കപ്പലിന്റെ ചെറിയ ഒരു സ്പീഡ് വെസലിന്റെ അത്യാവശ്യം ഉണ്ടാകും. എല്ലാ ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് സുലഭമായിട്ട് വെസൽ ഉണ്ടായിരിക്കണം. അത് കഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാർ അതിനകത്ത് ക്ഷീണിക്കുകയാണ്. സ്പീഡ് വെസൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു ദ്വീപുകളൊന്നും കാണാൻ പറ്റുന്നില്ല. നോക്കത്താ ദൂരത്ത് കിടക്കുന്ന ദ്വീപുകളല്ലേ. നിങ്ങൾ പോയിട്ടുണ്ടോ ലക്ഷദ്വീപ്? ഒരിക്കൽ പോയി. അനുഭവമാണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ കണ്ടത് 1965 ജനങ്ങളെയാണ്. പക്ഷെ അവരുടെ ഹൃദയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരാള് അത്രയും നല്ല ജനതയെ ഞാൻ മറ്റൊരു രാജ്യത്ത് പോയിട്ടും കണ്ടിട്ടില്ല, ഇത്ര സ്നേഹസമ്പന്നമായ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രാവൽസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ലക്ഷദ്വീപിലേക്ക് നമുക്ക് റിസ്ക് ആണ്, കൊണ്ടുപോകുന്ന റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും അതിനൊരു കാരണമായിട്ട്? റിസ്ക് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ലക്ഷദ്വീപിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസർ വേണം. ആ സ്പോൺസറുടെ കയ്യിൽ ആദ്യം പണം കെട്ടിക്കഴിഞ്ഞാൽ, അത് ഓൺലൈനായിട്ട് കെട്ടിയാലും നേരെ കൊണ്ടുപോയി കൊടുത്താലും, അയാൾ ആ കാര്യങ്ങളൊക്കെ മാനിക്കാതെ വിഡ്രോ ചെയ്ത് പോയാൽ ഇയാൾക്ക് പെട്ടെന്ന് ഇതിന്ന് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ കേട്ടത്. സ്പോൺസർഷിപ്പ് ക്യാഷ് പോകും. അതാണ് ട്രാവൽസ് ഇതിനൊരുങ്ങാത്തത്. അതായത് ഇപ്പൊ അവിടെ സ്പോൺസർ ഓൾറെഡി ഉണ്ട്, അപ്പൊ നമ്മുടെ അടുത്ത് ക്യാഷ് വാങ്ങി അവര് മുങ്ങുന്ന സാഹചര്യം. മുങ്ങല്ല, അവര് നമ്മളെ കൂടുതൽ പിന്നെ പലതും ആവശ്യപ്പെടും. അവര് ക്യാഷ് അധികം ആവശ്യപ്പെടും. എങ്ങനെയാണ് ഈ ക്യാഷ് ഏത് രീതിയിലാണ് അവർ ആവശ്യപ്പെടുന്നത്? അവര് ഏതെങ്കിലും ഒരു സ്പോൺസർ ചാർജ്, സ്പോൺസർഷിപ്പിനുള്ള ചാർജ്, പെർമിറ്റ് ചാർജ് അതൊക്കെ കൂട്ടി പറയും. 1500 രൂപ പെർമിറ്റിന് വരുന്നുള്ളൂ, അതിനവര് 3500 രൂപ ഈടാക്കാൻ നോക്കും. ശരിക്കും ഈ സ്പോൺസർഷിപ്പ് എന്നുള്ള സംഭവം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാധനം അല്ലേ, ഇതല്ലേ? തീർച്ചയായിട്ടും സ്പോൺസർഷിപ്പ് ഒഴിവായാൽ ഈ ഒരു പ്രയാസം ഒഴിഞ്ഞു കിട്ടും. അപ്പൊ കൂടുതൽ പേർക്ക് ലക്ഷദ്വീപിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അത് ടൂർ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് ലാഭകരമാണ്. ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് ലാഭകരമാണെങ്കിലും ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തുകാർക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ്. പക്ഷെ അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? സത്യസന്ധത പുലർത്തേണ്ടിയിരുന്നു. ഫ്രോഡിന്റെ ഇടയിലും സത്യസന്ധമായിട്ടുണ്ട്. 90% നല്ല മനുഷ്യന്മാരാണ്. ഈ 10% മാത്രമാണ്, അല്ലെങ്കിൽ 1% അല്ലെങ്കിൽ 2% ഫ്രോഡ് ഉള്ളൂ. അവരെത്തിയതേ ഉള്ളൂ. ഞാൻ കണ്ടതിൽ വെച്ച് നല്ല മനുഷ്യന്മാരുടെ സ്ഥലം തന്നെയാണ്. ഇതില് ഒരു കുറച്ച് ശതമാനം മാത്രമാണ്. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്ന ഫ്രോഡുകളെ പിടിക്കാനുള്ള ഒരു മാർഗം കൂടി കിട്ടിയ കഴിഞ്ഞാൽ നല്ലതാണ്. എനിക്കറിയില്ല, പിന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊച്ചിയിലെ പോലീസിൽ ഒന്ന് രേഖപ്പെടുത്തി ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ്. ശരിക്കും ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന ആള് എവിടെ നിന്നാണ് ഇവരെ റിസീവ് ചെയ്യുന്നത്? ശരിക്കും ചെയ്യേണ്ടത് അവർ ഇവിടെ വന്ന് കൊണ്ടുപോകണം. ലക്ഷദ്വീപിൽ ഇവരെപ്പുറം ഒന്നിച്ച് തന്നെ പോകണം. അതൊരു ഗൈഡ് എന്ന നിലയിലാണ് അവർ കൊണ്ടുപോയിട്ട് ഇവിടെ എത്തിച്ചു കൊടുക്കണം. തിരിച്ചിവിടെ എത്തിക്കുകയും വേണം. അതിന് പല സ്പോൺസർമാർ ഇപ്പൊ ചെയ്യുന്നത് അവിടെ കാത്തിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ കാത്തിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടും. അവരിവിടെ വന്നിട്ട് ഇവിടുത്തെ അതോറിറ്റിന്റെ അടുത്ത് സൈൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനത്തെ ഒരു സാഹചര്യം വരണം. പക്ഷെ ഇവിടെ വന്നാൽ ചിലപ്പോൾ അവർ പിടിക്കപ്പെടുന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോയി അവർക്ക് ഉത്തരവാദിത്തം കൂടിക്കോളുമല്ലോ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലീസ് നോക്കിക്കോളുമല്ലോ. ശരിക്കും ഇത് നേരെ തിരിച്ചാവുമ്പോ നിങ്ങൾക്കാണ് പ്രശ്നം വരിക. തിരിച്ചാവുമ്പോ ട്രാവലറെ കുടുങ്ങാണ്. കാരണം നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പൈസ ആദ്യം ഓൺലൈനിൽ ചോദിക്കണോ. 80% പൈസ കൊടുത്തിട്ടും ബാക്കി 20% പൈസ ഞാനവിടെ അയക്ക എന്ന് പറഞ്ഞിട്ട് വിശ്വാസമില്ലാത്തതിന് ചീത്ത പറഞ്ഞതിന്റെ വീഡിയോ ഇവിടെ ഉണ്ട്. പൈസ മുഴുവൻ ആളെ കിട്ടിയെങ്കിലേ അവിടെ റിസീവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇത്ര പൈസ അയച്ചു കൊടുത്തിട്ടും അവര് ഫ്രോഡ്തരം കാണിക്കുന്നു. അത്രയും പൈസ അയച്ചു കൊടുത്തിട്ടും അവര് പല രീതിയിലും വിഷമിപ്പിക്കുന്നു. അപ്പൊ ലക്ഷദ്വീപിലേക്ക് പോവാൻ ആൾക്കാരെ പറഞ്ഞേക്കാൻ എല്ലാവർക്കും മടിയാ. നിർത്താൻ പോവുകയാണ് ഈ പരിപാടി ഇങ്ങനെ പോവുകയാണെങ്കിൽ. അല്ല, ഈ ഒരു സംഭവം സർക്കാർ എടുത്തു കളയുകയാണെങ്കിൽ
കൂടുതൽ പേർക്ക് ലക്ഷദ്വീപിൽ എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളത്. കൂടുതൽ പേർക്ക് ലക്ഷദ്വീപിൽ എത്തിപ്പെടാൻ സാധിക്കും, അത് തന്നെ വേണ്ടതെന്നാണ് എനിക്ക് അല്ലെങ്കിൽ ഈ തോന്നുന്നത്. ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ട് ഒരു അളവ് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് തിരക്കടില്ല. ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകണം, പോലീസ് മുഖാന്തരം ഏറ്റു വാങ്ങിക്കൊണ്ടുപോകണം ആൾക്കാരെ. ഞാൻ പറയുന്നതല്ല, ഈ ടൂറിസ്റ്റുകൾക്ക് മാത്രം ഈ സ്പോൺസർഷിപ്പ് എന്ന പരിപാടി ഒഴിവാക്കി കൂടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അത് പിന്നെ അവരുടെ ഒരു എന്തൊക്കെ കാര്യം കൊണ്ടാണ് ഈ സ്പോൺസർഷിപ്പ് വന്നതെന്ന് എനിക്കറിയില്ലല്ലോ. എന്തിനൊക്കെയാണ് അത് ഉപയോഗപ്പെടുന്നത്? ടൂറിസ്റ്റുകളുടെ കാര്യത്തിന് മാത്രമാണോ? വിരുന്ന് പോകുന്നവരും പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ആ സ്പോൺസർ എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഏതാണെങ്കിലും അറിയില്ല. ഏതാണെങ്കിലും അവർക്കൊരു വരുമാനം എന്നുള്ളവർക്ക് അത് സ്വാഗതാർഹം തന്നെയാണ്. എന്നാൽ ഇടയ്ക്കുണ്ടാകുന്ന ഈ ഫ്രോഡുകള് നമുക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാക്കണമുണ്ട്. എനിക്ക് പിന്നെ ലക്ഷങ്ങൾ പോയിട്ടുണ്ട് 2 തവണ ആയിട്ട് നഷ്ടമായിട്ടുണ്ട് പെട്ടിട്ട്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു മാത്രമേ ഉള്ളൂ. അപ്പൊ മറ്റു ഓപ്പറേറ്റർമാരുടെ അവസ്ഥ ഇതുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ആരും അത് പോകാൻ നിൽക്കാം, റിസ്ക് എടുക്കുന്നത്.